നമസ്കാരം. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ പശ്ചിമ ബംഗാളിൽ ബി.ജെ.പിയും തൃണമൂലും കനത്ത പോരാട്ടം നടക്കുന്നു. തമിഴ്നാട്ടിൽ ടി.വി.കെ മുന്നേറ്റം നടത്തുകയാണ്. അസമിലും ബി.ജെ.പിക്കാണ് തുടക്കത്തിൽ ലീഡ്. പുതുച്ചേരിയിൽ NRC സഖ്യത്തിനും ലീഡുണ്ട്. സാമാജികരുടെ മരണത്തെ തുടർന്ന് ഒഴിവു വന്ന 6 സംസ്ഥാനങ്ങളിലെ 8 സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും ഇതിനിടയിൽ പുരോഗമിക്കുന്നുണ്ട്. അസമിൽ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ 234, ബംഗാളിൽ 294, അസമിൽ 126, പുതുച്ചേരിയിൽ 30 എന്നിങ്ങനെയാണ് 824 മണ്ഡലങ്ങളുള്ളത്. ഇതിൽ ബംഗാളിലെ ഫാൽത്ത മണ്ഡലത്തിലെ വോട്ടെണ്ണൽ 24-ന് നടക്കൂ. ക്രമക്കേടുകൾ നടന്നുവെന്ന പരാതികളെ തുടർന്ന് 21-ന് ഇവിടെ റീപോളിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും അസമിൽ ബി.ജെ.പിക്കും ആദ്യ ലീഡ് ലഭിച്ചു. തമിഴ്നാട്ടിൽ DMK-ക്കും മുന്നേറ്റമുണ്ടായി. പശ്ചിമ ബംഗാളിലെ നഗര മണ്ഡലങ്ങളിൽ നിലവിൽ 16 സീറ്റുകളിൽ ബി.ജെ.പി മുന്നിട്ട് നിൽക്കുകയാണെന്നാണ് വിവരം. തൃണമൂൽ കോൺഗ്രസ് 12 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഗ്രാമീണ മേഖലകളിലും ശക്തമായ മുന്നേറ്റമാണ് ഇരു പാർട്ടികളും കാഴ്ചവെക്കുന്നത്. ആദ്യഘട്ട സൂചനകൾ പ്രകാരം ബി.ജെ.പി സംസ്ഥാനത്ത് ശക്തമായ മുന്നേറ്റം നടത്തുന്നതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം നിലവിൽ ട്രെൻഡുകളൊന്നുമില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസ് അവകാശപ്പെടുന്നത്. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി മുന്നേറുന്നതിനിടെ ഇപ്പോൾ എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു ട്രെൻഡും കണക്കിലെടുക്കാൻ കഴിയില്ലെന്നും തൃണമൂൽ നേതാവ് വ്യക്തമാക്കി. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഭവാനിപൂർ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയേക്കാൾ ബി.ജെ.പിയുടെ സുവേന്ദു അധികാരി മുന്നിട്ട് നിൽക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ മുൻ വിശ്വസ്തനായിരുന്ന അധികാരി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചിരുന്നു. മമതയെ 2000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് തന്റെ നിയമസഭാ സീറ്റ് നിലനിർത്തുന്നതിനായി ഭവാനിപൂരിൽ നിന്ന് വീണ്ടും മമതയ്ക്ക് ജനവിധി തേടേണ്ടി വന്നിരുന്നു. ഇരു നേതാക്കളും തമ്മിലുള്ള ശക്തമായ പോരാട്ടം അതീവ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ബംഗാൾ വോട്ടെണ്ണലിനോടനുബന്ധിച്ച് വൻ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 165 നിരീക്ഷകരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികമായി നിയോഗിച്ചു. 77 പോലീസ് നിരീക്ഷകരും അധികമായിട്ടുണ്ട്. ത്രിതല സുരക്ഷയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായി കൊൽക്കത്തയിലെ ഭവാനിപൂർ മണ്ഡലത്തിലുള്ള സഖാവത് മെമ്മോറിയൽ സ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്ത് തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പി ഏജന്റുമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അനുയായികൾ തടിച്ചുകൂടിയതോടെ പ്രദേശത്ത് നേരിയ തോതിൽ സംഘർഷാവസ്ഥ നിലനിന്നെങ്കിലും അധികൃതർ ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കി.